ഒരു ശനിയാഴ്ച സ്കൂളില്ല. കഴിഞ്ഞ 3-4 ദിവസമായി മഴയുടെ ശക്തി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. തോരാതെ നിന്ന് പെയ്യുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വെയിൽ, ഇടയ്ക്കിടയ്ക്ക് മഴ, അങ്ങനെയാണ്. ഇത് ഉണ്ണിക്കുട്ടന് ഇഷ്ടമല്ല. ചിലപ്പോൾ മഴ പെയ്യില്ലെന്ന് വിചാരിച്ച് കുടയെടുക്കാതെ സ്കൂളിലേക്ക് പോകും. കുറച്ചു ദൂരം എത്തുമ്പോഴത്തേക്ക് മഴ തുടങ്ങുകയായി. അപ്പോൾ വല്ല പീടികക്കോലായാലും കയറി നിൽക്കും. ഒപ്പം കുട്ടിയേട്ടനും ഉണ്ടാവും. ഉണ്ണിക്കുട്ടൻ കുടയെടുത്തിട്ടില്ലെങ്കിൽ കുട്ടിയേട്ടനും കുടയെടുക്കില്ല. ഉണ്ണിക്കുട്ടൻ എടുത്താലോ കുട്ടിയേട്ടൻ എടുക്കുകയും ചെയ്യും. ഇങ്ങനത്തെ ഒരു സ്വഭാവമാണ് കുട്ടിയേട്ടൻ്റെ. വളരെ മനോഹരമായ മറ്റൊരു പുസ്തകം പരിചയപ്പെടുത്തട്ടെ. നന്ദനാറിൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ ലോകം. വളരെ സന്തോഷത്തോടു കൂടി വായിക്കാൻ കഴിയുന്ന, വായിച്ച് തീർത്ത ഒരു പുസ്തകമാണിത്. ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം, ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ, ഉണ്ണിക്കുട്ടൻ വളരുന്നു എന്നീ പേരുകളിൽ 3 വ്യത്യസ്ത കൃതികളായിട്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം 1973 ഇത് 3 കൂടി ഒരുമിപ്പിച്ച് ഒരൊറ്റ പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത്. 5 വയസ്സുള്ള ഉണ്ണിക്കുട്ടനാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത്. പഴയ കേരളീയ ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ഈ ഒരു കഥയുടെ കഥ പറച്ചിൽ. ഒരു കൊച്ചു കുട്ടിയുടെ കണ്ണിലൂടെ ലോകം എങ്ങനെയാണെന്ന് എഴുത്തുകാരൻ വിവരിക്കുകയാണ്. കുട്ടികളുടെ ലോകം എപ്പോഴും അത്ഭുതങ്ങൾ നിറഞ്ഞതാണല്ലോ. ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം അത്രമേൽ ദൈർഘ്യമേറിയതാണ്. അവൻ കാണുന്ന കാഴ്ചകൾ, അവൻ്റെ സംശയങ്ങൾ, അവൻ്റെ ചോദ്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായിട്ടും കൃത്യമായിട്ടും പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞുപോയ ഒരു കാലഘട്ടത്തെ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ബാല്യകാല ഓർമ്മകളിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഈ ഒരു പുസ്തകം പേഴ്സണലി എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയാം. കഴിഞ്ഞുപോയൊരു കാലഘട്ടത്തെയും നാട്ടിൻപുറത്തെ നന്മയൊക്കെ ഈ ഒരു പുസ്തകം ഓർമ്മപ്പെടുത്തുക കൂടിയാണ്. ചെടികളും തുടികളും വേട്ടാളം കൂടുകളും മരങ്ങളും മൃഗങ്ങളും പക്ഷികളും ഉണ്ണിക്കുട്ടനോട് കിന്നാരങ്ങൾ പറഞ്ഞു. അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും കുട്ടിയേട്ടനും അമ്മിണിയും കുട്ടനായരും സഹപാഠികളും അവൻ്റെ കിളുന്നു മനസ്സിൽ വിസ്മയങ്ങളുടെ പുതിയ ചിത്രങ്ങൾ വരച്ചു. പുറന്താൾക്കുറിപ്പിൽ പറയുന്നത് പോലെ ഇതൊരു കുരുന്നു ഹൃദയത്തിൻ്റെ, നൊമ്പരങ്ങളുടെ, ആഹ്ലാദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, കൊച്ചു കൊച്ചു ദുഃഖങ്ങളുടെ ഒക്കെ കഥയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നോവൽ. വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഹാവ് എ ഹാപ്പി റീഡിങ്. നന്ദനാറിൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ ലോകം.